നമ്മുടെ വീടുകളിൽ ക്ഷേമ പെൻഷന്റെ സഹായം വാങ്ങുന്നവരുണ്ട് എങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ 3 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. മുൻപ് പെൻഷന് അപേക്ഷ വെച്ച സമയത്തോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ട സമയത്തോ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ. ഇങ്ങനെ ഏൽപ്പിക്കേണ്ട സമയത്ത് നിലവിൽ ഇത് കൊടുക്കാൻ വിട്ടുപോയിട്ടുള്ളവരാണ് ഈ പറയുന്ന 3 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ. അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സമയപരിധി 2026 ജൂൺ മാസം 30 വരെയാണ്. അതിനുശേഷം അവരെ പട്ടികയിൽ നിന്നും മാറ്റുകയാണ് ചെയ്യുക. പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല. അതുമാത്രമല്ല, ഇതുവരെ ഏൽപ്പിക്കാത്ത സ്ഥിതിക്ക് അവർക്ക് വാർഷിക വരുമാനം 1 ലക്ഷമോ അതിനു മുകളിലോ ആയിരിക്കും എന്ന കണക്ക് കൂട്ടലിൽ സർക്കാർ എത്തിച്ചേരും. പിന്നീട് അവരുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായം, ഈ സ്കീമുകളെയാണ് ഇത് ബാധിക്കുന്നത്. ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ളവരെല്ലാം ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ഒരിക്കൽ പോലും ഇത് കൊടുക്കാത്തവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ചൂട് കൂടുതലാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞു. വിവിധ ജില്ലകളിൽ ഇപ്പോൾ സൂര്യതാപം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടാണ്. ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ പുതുക്കുന്നതിന് വേണ്ടി സാധിക്കും. ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യുന്നതിലൂടെ സർക്കാരിന്റെ വിവിധ പദ്ധതികളും അപേക്ഷകളും KYC, അതിന്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മൊബൈൽ OTP ഉൾപ്പെടെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. വിവിധ സേവനങ്ങൾ മുടങ്ങാതിരിക്കാൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.